നിങ്ങൾ പലപ്പോഴും മേഘവിസ്ഫോടനമുണ്ടായി അപകടങ്ങൾ നടന്ന പല വാർത്തകളും ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നാൽ എന്താണ് മേഘവിസ്ഫോടനം? എങ്ങനെയാണ് ഇവ സംഭവിക്കുന്നത്? ഒരു ചെറിയ പ്രദേശത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്യുന്ന അതിശക്തമായ മഴയെയാണ് മേഘവിസ്ഫോടനം അഥവാ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. മണിക്കൂറിൽ 100 മില്ലിമീറ്റർ അഥവാ 10 സെന്റിമീറ്റർ മഴ ഏകദേശം 10 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പെയ്താൽ അതൊരു മേഘവിസ്ഫോടനമാണെന്ന് പറയാം. ചിലപ്പോൾ മഴയുടെ കൂടെ ഇടിമിന്നലോ ആലിപ്പഴ വർഷമോ ഉണ്ടായേക്കാം. എന്നാൽ ചില രാജ്യങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി മേഘവിസ്ഫോടനങ്ങളെ നിർവചിക്കാറുണ്ട്. എങ്ങനെയാണ് മേഘവിസ്ഫോടനം ഉണ്ടാകുന്നതെന്ന് നോക്കാം. താഴ്ന്ന പ്രദേശങ്ങളിലെ ചൂടുപിടിച്ച വായു ഉയർന്ന പ്രദേശങ്ങളിലെ വായുവുമായി സംയോജിക്കുമ്പോൾ ജലഗണങ്ങൾ ഘനീഭവിക്കുകയും പെട്ടെന്ന് മഴയായി താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. പർവ്വത പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നതായി കാണാം. മൺസൂൺ സമയങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡ പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനങ്ങൾ സാധാരണമാണ്. ഇതിന്റെ ഫലമായി മിന്നൽ പ്രളയങ്ങളും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുകളും ഉണ്ടാകാറുണ്ട്. മേഘവിസ്ഫോടനം നേരത്തെ അറിയാനാകുമോ? ചെറിയ പ്രദേശത്ത് പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രതിഭാസമായതിനാൽ നേരത്തെ അറിയുക വളരെ പ്രയാസമാണ്. കാലാവസ്ഥ പ്രവചനം പോലെ എളുപ്പമല്ല ഇത് പ്രവചിക്കാൻ. എങ്കിലും മേഘവിസ്ഫോടനമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്.